സർ, പഹൽഗാമിലുണ്ടായ ഈ ഒരു ഭീകരാക്രമണത്തിൽ ഹമാസിന് പങ്കുണ്ട് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതെല്ലാം തീവ്രവാദ സംഘമല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ബന്ധമുണ്ടാവും. പ്രത്യേകിച്ച് ഒരു ഇസ്ലാമിക ബന്ധം ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അവർ ജൂതന്മാരെ തകർക്കാനുള്ള ശ്രമം നടത്തി. അതുകൊണ്ടെന്ത് പറ്റി? ഗാസ മുഴുവൻ തകർന്ന് തരിപ്പണമായി മാറുകയും ചെയ്തു. ഒരു 350 വർഷം കഴിയണം അത് പൂർവ്വസ്ഥിതിയിൽ എത്താൻ. ഗാസയിലുള്ളവരെ മുഴുവൻ കുടിയൊഴിപ്പിക്കാനായിട്ട് ട്രംപും പരിശ്രമം തുടങ്ങി. ഇതാണല്ലോ അവർക്ക് കിട്ടിയ ഫലം. ഇതുപോലെ തന്നെ ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഹിസ്ബുള്ള ഇവരൊക്കെ ഇറാൻ ഇങ്ങോട്ട് വളർത്തിക്കൊണ്ടുവന്നില്ലേ? അവരെ മുഴുവൻ എന്ത് ചെയ്തു? ഇസ്രായേൽ തീർക്കുകയും ചെയ്തു. ഇപ്പം ഇസ്രായേലും നമുക്ക് പിന്തുണയുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ബന്ധം, അവരുടെ ഹമാസ് ബന്ധം പാകിസ്ഥാനും ഒക്കെയായിട്ട് ഉണ്ടെന്നുള്ളതാണ്. അതെ, അത് വരുന്ന വാർത്തകളും അങ്ങനെയാണ് സർ. ഹമാസ് നേതാക്കൾ പാക് രഹസ്യാന്വേഷണ വിഭാഗവുമായി കൂടിക്കാഴ്ചകൾ നടത്തി അതിന്റെ തെളിവുകളൊക്കെ ഇപ്പോൾ NIAക്ക് കിട്ടി എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ പാകിസ്ഥാനിൽ പലതവണ സന്ദർശനം നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല ഇതിന്റെ തെളിവുകൾ ഇന്റലിജൻസിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഹമാസ് സംഘം അടുത്തിടെ ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം സന്ദർശിച്ചിരുന്നു. ഈ ഇടയ്ക്കാണ്. ഇതിനൊപ്പം അതിർത്തിയിലെ തന്ത്രപ്രധാന പാക് സൈനിക കേന്ദ്രങ്ങളും ഹമാസ് നേതാക്കൾ സന്ദർശിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന തെളിവുകളാണ്. അപ്പോൾ നേരെ നീളുന്നത് ഹമാസിലോട്ടുമല്ലേ? കാരണം പാകിസ്ഥാന് ഇത്രയേറെ ഒരു ധൈര്യം കൊടുക്കണമെങ്കിൽ ഹമാസ് സാർ ആദ്യം പറഞ്ഞതുപോലെ ഇസ്ലാം തീവ്രവാദികൾ തന്നെയാണ്. മതം തീവ്രവാദത്തിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇസ്ലാമിക് തീവ്രവാദികൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അല്ലേ? ഇപ്പം ലോകം മുഴുവൻ അറിയാം ഇതിനകത്ത് പാകിസ്ഥാൻ്റെ കൈ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അവരാണ് ഇങ്ങോട്ട് വളർത്തിവിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ തിരിച്ചു ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, തെളിവ് തരൂ, പാകിസ്ഥാൻ ഞങ്ങളാണെന്നുള്ളതിന് തെളിവ് തരൂ. അവിടെയാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളും പാകിസ്ഥാൻ്റെ മേൽ നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, ലോകം മുഴുവൻ. അപ്പോഴും ഈ തെളിവ് കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് എപ്പോഴും ലോക കോടതിയിൽ അത് വെക്കണമല്ലോ, ഈ തെളിവ് വെക്കണമല്ലോ. അതാണ് ഇവർക്ക് മുഴുവൻ തുണയായിട്ട് മാറിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതിനൊന്നും പോകാതെ ഇവരെ കിട്ടുന്നവരെ തീർത്തു പോവുക എന്നുള്ള ഇപ്പം ഇന്ത്യ കഴിഞ്ഞ ദിവസം എടുത്ത നടപടി തന്നെ അതിശക്തമാണ്. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. മുഴുവൻ പാക് പൗരന്മാരെ ഇവിടുന്ന് രായ്ക്ക് രാമാനും ഇറങ്ങി പൊക്കോളാം. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതാണ്. കാരണം ഇത്ര വർഷമായിട്ടും എത്രയോ യുദ്ധങ്ങൾ നടന്നു അല്ലേ? നെഹ്റുവിന്റെ കാലത്ത് ആ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ട് ഇത്രയും വർഷങ്ങൾ പാകിസ്ഥാൻ എപ്പോഴും ഒരു ഭയം ഉണ്ടായിരുന്നത് ആ കരാറിന്മേലായിരുന്നു. പക്ഷെ അതിലിട്ട് തന്നെ മോദി ഇപ്പൊ കൊട്ടുകൊടുത്തിരിക്കുകയാണ്. എനിക്കതാണ് ഇഷ്ടപ്പെട്ടത്. 70% അവരാണ് ഉപയോഗിക്കുന്നത്. അതെ, നമുക്ക് 20% കിട്ടുന്നുള്ളൂ, അത്രേ എടുക്കുന്നുള്ളൂ. ഇപ്പം അവർക്ക് കുടിവെള്ളം ശരിക്കും ദാനം നൽകി അവരുടെ ജീവനുകൾ വളർത്തിയെടുക്കുന്ന ഒരു ഇന്ത്യയോടാണ് അവർ ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ പലപ്പോഴും അവര് പുൽവാമ പോലുള്ള ഭീകരാക്രമണങ്ങൾ, മുംബൈ ഭീകരാക്രമണം ഇതൊക്കെ നടത്തിയിട്ടും പല പ്രതിരോധങ്ങളും ഇന്ത്യ തീർത്തിട്ടും പക്ഷെ ഒരിക്കലും നമ്മൾ അവരുടെ കുടിവെള്ളം മുട്ടിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇത് അവരുടെ ആ യുദ്ധത്തിന് കൊടുക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു ജലയുദ്ധം തന്നെയാണ്. കുടിവെള്ളം മാത്രമല്ലല്ലോ, ഇവിടുന്ന് പാക് പൗരന്മാരെ എല്ലാം അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നു, അതിർത്തി അടയ്ക്കുന്നു എന്ന് വേണ്ട, ഒരിക്കലും ഇങ്ങോട്ടേക്ക് വിസ അനുവദിക്കത്തില്ല, ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുകയല്ലേ. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് എല്ലാ തരത്തിലുള്ള ഉപരോധവും നമ്മളിത് തീരുമാനമെടുക്കുമ്പോൾ നമുക്ക് പിന്തുണയുമായിട്ട് ലോകരാജ്യങ്ങളൊക്കെ നിൽക്കുകയാണ്. ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് അറിയാമോ? ഈ പാകിസ്ഥാന് ആകെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ സാമ്പത്തികമായി തകർന്നു നിൽക്കുകയാണ്, രാഷ്ട്രീയമായിട്ടും സൈനികമായിട്ടും തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. ഈ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഇതിന് കുറേ നാളുകൾക്ക് മുമ്പ് മുമ്പ് അവിടെ ഒരു പ്രളയമുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവർക്ക് വലിയ തകർച്ചയാണ്. പിന്നെ ഇവരുടെ ഒരു രാജ്യത്തിൻ്റെ ധനശേഷി മുഴുവൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ആരോഗ്യം, വിദ്യാഭ്യാസം,
മനുഷ്യ സംരക്ഷണം, ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മുടെ രാജ്യം എന്നല്ല ഏത് രാജ്യവും. ഈ പാകിസ്ഥാനുള്ള ജോലി എന്ന് പറയുന്നത് എന്താണ്? മുഴുവൻ തീവ്രവാദത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തീവ്രവാദത്തിൻ്റെ ഹബ്ബാണ് അത്. പിന്നെ അവിടെ ഈ ആര് ഭരിച്ചു കഴിഞ്ഞാലും സാറേ അവരുടെ ഭരണം ഉണ്ടോ? ആ ഭരണമൊക്കെ പ്രധാനമന്ത്രി പ്രതിരോധ പക്ഷെ ഭരിക്കുന്നത് ആരാണ്? ഭരിക്കുന്നത് പിന്നെ സൈന്യമാണ് ഭരിക്കുന്നത്. ഇവരുടെ ഭരണം കഴിഞ്ഞിറങ്ങുമ്പോഴോ ഈ ഭരണാധിപന്മാരെല്ലാം തന്നെ ജയിലിൽ പോവുക. ഇപ്പൊ ഇമ്രാൻഖാൻ എവിടെ കിടക്കുന്നത്? ഇമ്രാൻഖാൻ ജയിലിലാണ് കിടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. എത്രയോ പേര് അവിടെ പാക് പ്രധാനമന്ത്രിമാരായിരുന്നു. ഇവരൊക്കെ രാജ്യം വിട്ടുപോയിട്ടുണ്ട്, അവരെ തൂക്കിലേറ്റിയിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഭരണാധികാരികൾക്കും സൈന്യത്തിനും ഒരിക്കലും അവിടെ സ്വസ്ഥതയില്ല. സൈന്യം ഇവരെ എപ്പോഴും ഭരണത്തെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് സൈന്യമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ സൈന്യത്തിനിടയിലും തീവ്രവാദികൾ ഉണ്ടെന്നുള്ളതാണ്. ഒരു രാജ്യത്തിന് നിരക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അവിടെ ഇടയ്ക്ക് വലിയ വിലക്കയറ്റമായിരുന്നു. പെട്രോളിൻ്റെ ഒന്നും വില താങ്ങാനായിട്ട് കഴിയുന്നില്ല. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചു കയറുന്നു. അന്ന് അവിടുന്ന് ഇതിനൊക്കെ ഈ തീവ്രവാദത്തിനൊക്കെ എതിരായിട്ട് നിൽക്കുന്നതും കുറേ പേര് കാണുമല്ലോ ആ രാജ്യത്ത്. ആരൊക്കെയോ ചെറുപ്പക്കാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വന്നതാണ്. അവർ നരേന്ദ്രമോദിയെ വിളിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കൂ മോദിജി, ഞങ്ങളുടെ രാജ്യം ഇങ്ങനെയായി പോകുന്നു, നിങ്ങളുടെ രാജ്യത്ത് കാണുന്ന ഞങ്ങൾക്ക് കൊതി വരുന്നു, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ, രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. അപ്പോൾ അവിടുത്തെ സ്ഥിതി ഭയാനകമല്ലായിരുന്നോ? ആ ഒരു സാമ്പത്തിക സ്ഥിതി മാത്രമല്ല, മതവിഭാഗങ്ങൾ, ഹിന്ദു എത്ര വിഭാഗങ്ങൾ അവിടെ ഉണ്ട്, എത്ര പേരവിടെ ഉണ്ടെന്ന് ഒരു പക്ഷേ വിരലിൽ എണ്ണാവുന്ന തരത്തിലുള്ള ആൾക്കാർ മാത്രം ചിലപ്പോൾ അവിടെ കാണും. പക്ഷെ അതേസമയം നമ്മുടെ ഇന്ത്യയിൽ 12%, 20 ഓരോ വർഷം കഴിയുന്തോറും ഇവരുടെ നിരക്ക്, മുസ്ലിം വിഭാഗങ്ങളുടെ നിരക്ക് വർദ്ധിക്കുക. അവർ സമ്പൽ സമൃദ്ധമായിട്ട് ഒരല്ലലുമില്ലാതെ, ഒരു പക്ഷേ അവരായിരിക്കും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിലെയും മറ്റ് പല കാര്യങ്ങളും വിമർശനങ്ങൾ ഉന്നയിക്കുന്ന, അവർക്കായിരിക്കും ഒരു സ്ഥാനം പലപ്പോഴും നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ? മന്ത്രിസ്ഥാനമായാലും ഏതൊരു കാര്യത്തിന് അവർക്കൊരു സ്ഥാനം. മുസ്ലിം വിഭാഗങ്ങൾ ന്യൂനപക്ഷം എന്നുള്ള രീതിയിൽ നമ്മൾ ആരും അവരെ അടിച്ചമർത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കാശ്മീരിൽ തന്നെ ഏറ്റവും അധികം പ്രതികരിക്കുന്നത് ഈ വിഭാഗത്തിലുള്ള വ്യക്തികൾ തന്നെയാണ്. കാരണം നല്ല ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ നല്ല മുസ്ലിം ആൾക്കാർ തന്നെ എന്ന് പറയാം. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ഒരു ഭീകരാക്രമണം നടന്നപ്പോൾ ഒരു കുതിരസവാരിക്കാരൻ, അദ്ദേഹം ഒരു മുസ്ലിമാണ്, അദ്ദേഹം ഇത്തരത്തിലൊരു വെടിയുതിർത്തപ്പോൾ അവനെതിരെ, ഈ ഭീകരനെതിരെ വരികയും ആ വെടി നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്തത്. അദ്ദേഹം മരിച്ചുപോയി, ഒരു ധീരമൃത്യു എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ ഇത്തരത്തിൽ ഒരു കലാപമൊക്കെ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് വന്ന് ഉതിർത്ത് വിട്ടതായിരിക്കാം ചിലപ്പോൾ. പക്ഷെ അത് ഇന്ത്യൻ ജനതയോട് നടക്കത്തില്ല. കാരണം ഇന്ത്യനിലെ മുസ്ലിം വിഭാഗക്കാർ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നതിനിടയിലാണ് ഇവന്മാർ ഇത്തരത്തിലുള്ള പരിപാടികൾ കാണിച്ചത്. അപ്പൊ എന്ത് തന്നെയാലും ഹമാസിന്റെ ഒരു പങ്ക് ഇതിൽ നിന്നും വ്യക്തമാണ്. സാർ പറഞ്ഞതുപോലെ ഈ ഭീകരവാദ പ്രവർത്തനമാണ് ഈ രണ്ട് വ്യക്തികളും, ഇപ്പോൾ പലസ്തീനിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും ഈ ഭീകരവാദത്തിനാണ് അവർ കൂടുതൽ സോഴ്സ് ഉപയോഗിക്കുന്നത്. പലസ്തീൻ ജനത തോറ്റു, അവരിപ്പോൾ കീജയെ വിളിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഹമാസ് ഇവിടുന്ന് ഗെറ്റ് ഔട്ട് അടിച്ചിരിക്കുകയാണ്, അവർ പോവാത്തതാണ്. കാരണം അവരും ഇവരെയും കൊണ്ട് വല്ലാതെ മുഷിഞ്ഞിരിക്കുകയാണ് ആ ജനങ്ങളും. ഇപ്പോൾ നേരെ ഇന്ത്യയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഹമാസിലേക്കുള്ള ഈ ഒരു നോട്ടം, അന്വേഷണം ഇനി നേരെ തിരിയുന്നത് ഹമാസിനെയും തീർക്കും പാകിസ്ഥാനെയും തീർക്കും എന്നുള്ള തരത്തിലല്ലേ? ഇപ്പോൾ നമ്മൾ ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടൊന്നും ഇവർക്ക് സഹിക്കാൻ പറ്റുന്നത്. അതെ അതെ. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സൗദിയിൽ സന്ദർശനം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇവിടെ സംഭവം ഉണ്ടായത്. 10 വർഷത്തിനിടയിൽ നരേന്ദ്രമോദി 3-ാം വട്ടമാണ് സൗദിയിൽ പോകുന്നത്. പിന്നെ ഇന്ത്യ-US ബന്ധത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. മാത്രമല്ല ചൈനയായിട്ടും ഒക്ടോബർ നവംബറിൽ ഒരു പുതിയ വ്യാപാര കരാർ വരാൻ പോവുകയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട, അതിനുവേണ്ടിയാണ് US വൈസ് പ്രസിഡന്റ് ഇവിടെ ഇന്ത്യയിലുള്ളത്. ചൈനയൊക്കെ ഒന്ന് ജോർഡാൻ ചെന്ന് ചൈന പോയി പണി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ചൈനയ്ക്കൊക്കെ ഇത്തിരി ഭയത്തിലാണ്. ആകപ്പാടെ ചൈനയുടെ ഒരു ബലം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പോൾ എന്തായാലും ഇവർ സംരക്ഷിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പാകിസ്ഥാൻ. അപ്പോൾ ഹമാസും ഒക്കെ തന്നെ ഇതെല്ലാം ഒരു ലിങ്കാണ്. അതുകൊണ്ട് നെതന്യാഹു തന്നെ ചിലപ്പോൾ ഇന്ത്യയുമായിട്ട് ഇക്കാര്യത്തിൽ പാകിസ്ഥാനെ തീർക്കാനായിട്ട് കൈകോർത്ത് രംഗത്ത് വരികയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.